ഇപ്പോൾ വിനോദ് മേക്കോത്ത് മാധ്യമപ്രവർത്തകൻ കൂടി ചേരുകയാണ്. വിനോദ്, ഇത് എന്താണ് സംഭവിക്കുന്നത് ധർമ്മസ്ഥലയിൽ? ഇത് പരിശോധന അത് തടസ്സപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി വിവരം പുറത്തറിയിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളല്ലേ നടക്കുന്നത്? പോലീസിന്റെ ഒത്താശയുണ്ടോ ഇതിന്? ഈ മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം ഇത് ആദ്യമായിട്ടല്ലല്ലോ. നമ്മൾ കണ്ടല്ലോ, ഗാഗ് ഉത്തരവിലൂടെ ഈ പറയുന്ന മാധ്യമങ്ങളെ ആകെ, അവരുടെ പ്രവർത്തനങ്ങളെ ആകെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ ഈ ഡി ഗാങ്ങിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. 383ഓളം വരുന്ന യൂട്യൂബ് ചാനലുകൾ ഇല്ലാതാക്കുകയും 8000-ലധികം വരുന്ന URL അടക്കമുള്ള കണ്ടന്റുകൾ നീക്കം ചെയ്യുകയും അതുപോലെ തന്നെ ഈ മാധ്യമ പ്രവർത്തകർക്കെതിരായി അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു പോകുന്ന ഒരു രീതി നമ്മൾ പിന്നെ കണ്ടുവരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് ഈ കായികമായിട്ടുള്ള ആക്രമണത്തെ കൂടി നമ്മൾ കാണേണ്ടത്. 7 ദിവസങ്ങളിലായിട്ടുള്ള തിരച്ചിൽ കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ഡയമെൻഷൻ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ ഒറ്റയും തെറ്റയുമായ അസ്ഥികൾ കണ്ടുകിട്ടി എന്ന് പറയുന്നിടത്തു നിന്ന് കൂട്ടമായി വൻതോതിൽ അസ്ഥി പഞ്ചരങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ കണ്ടുകിട്ടി തുടങ്ങുന്നു എന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, നേരത്തെ മനാഫ് പറഞ്ഞൊരു പോയിന്റ് ഒന്നുകൂടി ചേർത്ത് വെക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഭയം എന്ന് പറയുന്ന ആ ഒരു ഫിയർ ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഡി ഗാങ് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ മുഴുവൻ ഈ സംവിധാനങ്ങളും അവിടുത്തെ ജനങ്ങളെ അടക്കി ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നത്. എന്തു ചെയ്യുന്നതും ഭയമായിരുന്നു ആളുകൾക്ക്, എന്ത് ചോദിക്കുന്നതും ഭയമായിരുന്നു ആളുകൾക്ക്. ധർമ്മസ്ഥലയിൽ പോയപ്പോൾ കണ്ടത്, ഈ വിഷയം ഉരുത്തിരിഞ്ഞു വന്നതോടുകൂടി അല്ലെങ്കിൽ പൊട്ടിപ്പുറപ്പെട്ടതോടുകൂടി വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന ആളുകളെയാണ് ഞങ്ങൾക്ക് അവിടെ ധർമ്മസ്ഥലയിൽ കാണാൻ കഴിഞ്ഞത്. ആളുകൾ എന്ത് ചോദിച്ചിട്ടും പ്രതികരിക്കുന്നില്ല. അവരെയൊക്കെ മതിക്കുന്നത് ഈ ഫിയർ ഫാക്ടർ ആയിരുന്നു. ആ ഫിയർ ഫാക്ടർ പതുക്കെ മാഞ്ഞു വരുന്നുണ്ടോ എന്ന തോന്നൽ ഈ പറയുന്ന 7 ദിവസത്തെ SIT-യുടെ പ്രവർത്തനങ്ങളിലൂടെ, അവർ നടത്തുന്ന എക്സ്യൂമിങ്ങിലൂടെ, ഇങ്ങനെ കുഴിച്ചെടുക്കുന്ന സംവിധാനങ്ങളിലൂടെ കണ്ടെത്തി തുടങ്ങിയപ്പോ 6ഓളം പേർ ഗ്രാമീണരായിട്ടുള്ള ആളുകൾ, ഞങ്ങൾ കാണിച്ചു തരാം, കൂടുതൽ കുഴിച്ചിട്ട ഭാഗങ്ങൾ ഞങ്ങൾ തന്നെ വന്ന് എടുക്കാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് SIT-യെ സമീപിക്കുകയും അവരെ ഈ ടീമിനോടൊപ്പം ചേർക്കുന്ന ഒരു നിലപാടിലേക്ക് SIT മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ വലിയ സംഘത്തിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ അടക്കി ഭരിച്ചിരുന്ന ആ ഭയത്തിൽ നിന്ന് ചെറിയ കുറവ് വരുന്നുണ്ടോ എന്ന തോന്നലുണ്ടാക്കിയപ്പോൾ ആ ഭയം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് കായികമായി നേരിടുന്ന തരത്തിൽ, പ്രത്യേകിച്ച് മാധ്യമങ്ങളെ. അവർ ഏറ്റവും ഭയപ്പെട്ടത് മാധ്യമങ്ങളെയാണ്. അത് നമ്മൾ കണ്ടല്ലോ. ഈ മാധ്യമങ്ങൾക്കെതിരായിട്ട് വന്ന ഉത്തരവ് കർണാടകയിൽ ധർമ്മസ്ഥല എന്ന പേര് വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ വീരേന്ദ്ര ഹെഗ്ഡെ എന്ന പേര് വെക്കാൻ പാടില്ല. അങ്ങനെയുള്ള പേരുകൾ വന്നത് ഏതു തരത്തിലുള്ള കണ്ടന്റുകളാണെങ്കിലും അത് എക്സ് പാർട്ടി ഉത്തരവിലൂടെ മാധ്യമങ്ങളെ വിളിച്ച് നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവരോട് ഒരു നോട്ടീസ് അയച്ച് അതിന് മറുപടി തരാൻ ആവശ്യപ്പെട്ടുകൊണ്ടല്ല കോടതി നീക്കിയത്. ഒരു കോടതി ഇത്തരത്തിൽ ഒരു കേസ് എടുത്തിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ യൂട്യൂബ് ചാനലുകൾ, നമുക്കറിയാമല്ലോ, ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അതിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന 300-ലധികം യൂട്യൂബ് ചാനലുകളെ തന്നെ ഇല്ലാണ്ടാക്കി. അങ്ങനെ 8000-ലധികം വരുന്ന കണ്ടന്റുകളൊക്കെ റേസ് ചെയ്ത് കളയുകയാണ്, ഏകപക്ഷീയമായിട്ട് റേസ് ചെയ്ത് കളയുക. ആ ഉത്തരവിനെ ഇപ്പോ അത് ദുർബലപ്പെട്ടിരിക്കുന്നു. ആ നടപടിയിലൂടെ ഇത് തടഞ്ഞു നിർത്താനാവില്ല എന്ന് വന്നിരിക്കുന്നു. ആ ഉത്തരവ് സുപ്രീം കോടതിയിൽ പോയി, പക്ഷേ ഒടുവിൽ ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതി നിശിതമായി വിമർശിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തനത്തെ തകർക്കുന്ന തരത്തിലുള്ള ഇത്തരം ഉത്തരവുകൾ ഇടുന്ന കീഴ്ക്കോടതിയെ അതിശക്തമായി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് ആ ഉത്തരവ് തള്ളിക്കളഞ്ഞിട്ടുള്ളത്. അത് പിന്നെ ആ ഉത്തരവ് തന്നെ ക്രാഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഭയം എന്ന് പറയുന്ന ഫാക്ടർ, ഈ ഫിയർ ഫാക്ടർ മാറി മാറി വരുന്നുവോ എന്ന തോന്നലുണ്ടാകുന്നു. ജനങ്ങൾ കൂടുതലായി ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നു. കർണാടക മാധ്യമങ്ങൾ തലനീട്ടി ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടേ ഉള്ളൂ, ഇപ്പോഴും പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഇനിയും കടന്നു വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുമ്പോ അവിടെ ഈ പറയുന്ന ഭയത്തെ വീണ്ടും പിന്നെ അവരുടെ മനസ്സിൽ ഉത്പാദിപ്പിക്കണമെങ്കിൽ ഇത്തരമുള്ള ആക്രമണങ്ങൾ നടത്തിയേ പറ്റൂ. ഇത് നമ്മൾ കണ്ടുവരുന്നതാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കണ്ടല്ലോ, ഇത് പിന്നെ ബെൽത്തങ്കടി പോലീസ് സ്റ്റേഷനിൽ 2012 ശേഷമുള്ള, അല്ലെങ്കിൽ ആ കേസ് അവിടെ ഇതുപോലെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു RTI ഫയൽ ചെയ്തപ്പോൾ അവിടെ ഒരു ക്രൈം റെക്കോർഡുകൾ, ഒരു 10 വർഷം പഴക്കമുള്ള റെക്കോർഡുകൾ പോലും ലഭ്യമല്ല എന്ന് പറയുന്ന തരത്തിൽ RTIക്ക് മറുപടി കൊടുക്കുന്ന ഒരു പോലീസിംഗ് ആണ് അവിടെ നിൽക്കുന്നത്. ഒരു മറുപടിയുമില്ല. പക്ഷേ
ഭാഗ്യവശാൽ SIT ചുമതല ഏറ്റെടുത്ത ഉടനെ തന്നെ പ്രണബ് മുഖർജി ഈ പറയുന്ന തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടവരുടെ ലിസ്റ്റ് അദ്ദേഹം നേരത്തെ തന്നെ കൈപ്പറ്റിയതോടുകൂടി അവരുടെ ഈ നീക്കം പൊളിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പം ഇവർ തടയിട്ടിരുന്ന അല്ലെങ്കിൽ ഈ ആക്രമണം തങ്ങൾക്ക് നേരെ വരരുത് എന്ന തരത്തിൽ ബന്ധിച്ചിരുന്ന എല്ലാ ചരടുകളും പതുക്കെ പതുക്കെ പൊട്ടുന്നതായി തോന്നിയ ഈ പറയുന്ന ഡി ഗാങ് ഇന്ന് അവരുടെ തനിനിറം കാട്ടി പുറത്തു വന്നിരിക്കുകയാണ്. അഭിഷേക് ഞങ്ങൾ പ്രിയപ്പെട്ടവനാണ്, വളരെയധികം കമ്മിറ്റഡ് ആയിട്ട് മാധ്യമ പ്രവർത്തനം ഓൺലൈൻ തന്റെ യുണൈറ്റഡ് എന്ന് പറയുന്ന ചാനലുമായി ബന്ധപ്പെട്ട് വളരെ കമ്മിറ്റഡ് ആയി നടത്തുന്ന ഒരു യൂട്യൂബറാണ്. അതോടൊപ്പം തന്നെ മറ്റു യൂട്യൂബർമാർ ഇവരൊക്കെ ഇന്ന് മാരകമായി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള നിലയിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ അന്വേഷണം നേരായ രീതിയിൽ പോകുന്നു. SITയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ആക്ഷൻ കമ്മിറ്റിക്ക് പരാതികളില്ല, അതിന് റിസൾട്ട് ഉണ്ട്. അത് ഓരോ ദിവസവും ഓരോ പോയിന്റും എല്ലാ പോയിന്റിലും കിട്ടിയില്ലെങ്കിലും ഈ പറയുന്ന പോയിന്റുകളിൽ നിന്നൊക്കെ ഇത്തരത്തിൽ കുഴിച്ചെടുക്കാൻ കഴിയുന്നു. അതിൽ പലതും നമ്മൾ മനസ്സിലാക്കേണ്ടത് 2014-ലോ 15-ലോ അവിടുന്ന് ജോലി കഴിഞ്ഞു പോയ അല്ലെങ്കിൽ അവിടെ നിന്ന് നാട് വിട്ടു പോയ ഈ പറയുന്ന ഭീമ അയാളുടെ അതിനുശേഷവും കഴിഞ്ഞ 1 വർഷമോ 2 വർഷമോ ഒക്കെ പഴക്കം മാത്രമുള്ള മൃതദേഹങ്ങൾ കൂടി അവിടെ നിന്ന് കണ്ടു കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് നിർബാധം തുടരുന്ന ശരിയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഓരോ ദിവസവും അങ്ങനെ കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടുന്നുണ്ട് എന്ന കാര്യവും വ്യക്തമാണ്. പക്ഷേ SIT ഇതൊന്നും ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ അസ്വസ്ഥതപ്പെടുന്ന ആ ഡി ഗ്യാങ് ആണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ വീണ്ടും തലപൊക്കിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്.